ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 18-ാം ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. സ്വർഗത്തിലെ നിക്ഷേപത്തെക്കുറിച്ചും ആരാണ് ഉണർന്നിരിക്കുന്ന ദാസന്മാർ എന്നതിനെക്കുറിച്ചും കർത്താവ് വളരെ മനോഹരമായി നമുക്ക് നൽകുന്ന സന്ദേശമാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹീതമായ ജീവിത വഴികാട്ടിയായി, മാതൃകയായി എന്നും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ വേദഭാഗത്ത് സ്വർഗത്തിലെ നിക്ഷേപത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നത് കള്ളന്മാർ തുരങ്കം വയ്ക്കാത്തതാണ്, അഴിഞ്ഞു പോകാത്തതാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നേടുന്ന സമ്പാദ്യങ്ങൾ അത് ഒരുപക്ഷെ മോഷ്ടിക്കപ്പെട്ടേക്കാം, നശിപ്പിക്കപ്പെട്ടേക്കാം, അഴിഞ്ഞു പോകുന്നതായി തീരാം. എങ്കിലും ദൈവരാജ്യത്തിന്റെ അനുഭവത്തിന്, സ്വർഗത്തിലെ നിക്ഷേപത്തിന് അർഹരായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ദൈവികമായി ഒരുക്കുക എന്നുള്ളതാണ് ആ നിക്ഷേപത്തെ നേടുവാൻ തക്കവണ്ണം നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനമായ പ്രവൃത്തി എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ഹീനമായ പ്രവൃത്തികൾ കൊണ്ടോ ജീവിത രീതികൾ കൊണ്ടോ സ്വർഗത്തിലെ അനുഭവത്തിന് നമ്മൾ യോഗ്യരല്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ തീർച്ചയായിട്ടും അനുതാപപൂർണമായ ജീവിതത്തിലൂടെ ദൈവത്തിങ്കിലേക്ക് തിരികെ വന്ന് സ്വർഗത്തിലെ നിക്ഷേപങ്ങളെ സ്വീകരിക്കുവാൻ, അവയെ അവകാശമാക്കുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് എന്ന് കർത്താവ് താഴേക്ക് വരുമ്പോൾ ഈ വേദഭാഗത്ത് നമ്മളോട് സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം നമ്മുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിങ്കളാഴ്ച സൂത്താറ പ്രാർത്ഥനയിൽ വിശുദ്ധ അപ്രേമിന്റെ ബോവൂസായിൽ നമ്മൾ ഇപ്രകാരം പാടുന്നുണ്ടല്ലോ: പ്രാർത്ഥിപ്പാൻ നീ നിൽക്കുമ്പോൾ സന്താപത്തോടെ ഏകാഗ്രം ചിന്തകളെ കടിഞ്ഞാണിട്ട് ചിത്തത്തിൽ നിർത്തിയിടണം എന്ന്. പ്രാർത്ഥിപ്പാനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ചിന്തകളെ കടിഞ്ഞാണിട്ടുകൊണ്ട് നമ്മൾ ദൈവാശ്രയ ബോധത്തിൽ നിൽക്കുവാൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സുകളെയും ഒരുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകൾക്ക് കടിഞ്ഞാണ് വരും, ചിത്തത്തിൽ അപ്രകാരം ദൈവാശ്രയ ബോധം വരും. അങ്ങനെ നമ്മുടെ ചിന്തകളെ കടിഞ്ഞാണിടുവാനും ചിത്തത്തിൽ, ഹൃദയത്തിൽ ദൈവത്തെ നിലനിർത്തി അത് പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതത്തെ മനോഹാരിതയുള്ളതാക്കി തീർക്കും എന്നും അപ്രേമിന്റെ ബോവൂസായുടെ അർത്ഥം നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥിപ്പാനായിട്ടും പ്രവർത്തിപ്പാനായിട്ടും നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ എവിടെയാണോ അടിസ്ഥാനപ്പെടുത്തേണ്ടത് ആ ദൈവിക കൃപയിൽ, ദൈവശക്തിയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ സാധിക്കണം. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്ത് നമ്മുടെ ജീവിതത്തെ ദൈവാശ്രയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രമീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. എല്ലാ ദിവസവുമുള്ള യാമപ്രാർത്ഥനകൾ, 40 കുൻപടിയില്, ദാനധർമ്മം, ഉപവാസം എന്നിവയെല്ലാം തന്നെ ദൈവ കേന്ദ്രീകൃതമായി നമ്മുടെ ജീവിതത്തെ സ്വർഗത്തിലെ നിക്ഷേപങ്ങളെ അവകാശമാക്കുവാൻ ഒരുക്കുന്ന അനുഭവമായി തീരണം എന്ന് ഈ വേദഭാഗം ഒന്നാമതായി നമ്മോട് പറയുകയാണ്. രണ്ടാമതായിട്ട് ഉണർന്നിരിക്കുന്ന ദാസന്മാരുടെ ഉപമ കർത്താവ് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏതവസരത്തിലും ഉണർന്നിരിക്കുന്ന, ജാഗ്രതയുള്ളവരായിരിക്കുന്ന, സൂക്ഷ്മതയുള്ളവരായിരിക്കുന്ന ദാസന്മാർക്ക് തുല്യമായിരിക്കണം എന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്. കർത്താവ് വരുന്ന സമയം ഇന്നതെന്ന് നമുക്കറിയില്ല, നമ്മളെ വിളിക്കുന്ന സമയം ഏതെന്ന് നമുക്കറിയില്ല, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ഏത് നിമിഷമാണെന്ന് അറിയാതിരിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന അവസാന നിമിഷം വരെ ജീവിതത്തിൽ ഒരുക്കമുള്ളവരും തികഞ്ഞ ആത്മസംതൃപ്തിയിൽ ജീവിക്കുന്നവരുമായിരിക്കണം. സന്താപങ്ങളെ അകറ്റി സന്തോഷങ്ങളെ ജീവിതത്തിൽ നിലനിർത്തുവാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാതെ അതിൽ കർത്തവ്യബോധത്തോടുകൂടി അടിസ്ഥാനമായി ദൈവത്തെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണർവുള്ളവരും ബോധ്യമുള്ളവരുമായി തീരുവാൻ നമുക്ക് സാധ്യമാകും. ഈ നോമ്പുകാലത്തെ നമ്മുടെ പ്രാർത്ഥനകളും ജീവിത ക്രമീകരണങ്ങളും നമ്മെ ബോധ്യമുള്ളവരും ഉണർവുള്ളവരുമാക്കി തീർക്കുവാൻ കഴിയുന്നതാകണം എന്ന് നമ്മളോട് യേശുക്രിസ്തു ഈ വേദഭാഗത്തിലൂടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹീതമായി ദൈവത്തെ ആരാധിച്ച് ജീവിക്കുവാൻ, ദൈവത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഉണർവോടും ബോധ്യത്തോടും കൂടി ആയിരിക്കാൻ നമുക്ക് സാധ്യമാകണം.
അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മെ സ്വർഗത്തിലെ നിക്ഷേപത്തിന് അർഹരാക്കി തീർക്കും. ഉണർവുള്ള ദാസരായി നമ്മെ ശുശ്രൂഷിക്കുവാൻ ദൈവം തന്നെ നമ്മെ എതിരേൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അളവറ്റ കൃപ എന്നാളും നമ്മിൽ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.